ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ സ്വീറ്റ് ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ തൈരാണ്. ഇച്ചിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ തൈര് ഇതിലേക്ക് ചേർക്കുകയാണ്. തൈരിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി. അപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. നമ്മൾ സാധാരണ സോഡാപ്പൊടി തന്നെയാണ് അപ്പത്തിലേക്ക് ചേർക്കില്ല, ആ ഒരു അളവിൽ മാത്രം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഈ തൈരിൻ്റെ മിക്സ് ഒന്ന് ഒരു 2-3 മിനിറ്റ് സമയത്തേക്ക് മാത്രം ഒന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ശർക്കര പാനി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1/2 കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. 125 ഗ്രാമിലാണ് കേട്ടോ ഈ ശർക്കര ഉള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഈ ശർക്കര എല്ലാം ഒന്ന് അലിയിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വറ്റിക്കുറുകി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലാകട്ടെ. നമ്മുടെ ഈ തൈരിൻ്റെ മിക്സ് ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ തൈരിൽ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി ഒന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ ശർക്കര പാനിയും കൂടിയാണ്. അപ്പോൾ ശർക്കര പാനി ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർക്കരുത്, നന്നായിട്ടൊന്ന് അരിച്ച് വേണം ചേർക്കാനായിട്ട്. കാരണം ശർക്കരയിൽ ഇച്ചിരി കല്ലും പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ശർക്കര പാനി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ശർക്കര പാനിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് നിറയെ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ വെള്ള എള്ളും കൂടി. അപ്പോൾ എള്ള് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരേ കളറിലുള്ളതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പകരം എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബോണ്ട ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ബാക്കി വേണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ചൂട് വെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു രീതിക്ക് തന്നെ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം മാത്രമേ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ലംസ് ഒക്കെ ഇതിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിലാണ് നന്നായിട്ട് നമ്മളൊരു 3-4 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 30 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ചിരിക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അതായത് നല്ലതുപോലെ ലോയിൽ വെച്ചിട്ട് വേണം നമ്മുടെ മാവ് ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൈ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പേരിലാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതും ഇട്ടെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കേണ്ട. കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാക്കേണ്ടത്. അതായത് ഒരുപാട് കട്ടിയാകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം വെക്കേണ്ടത് എപ്പോഴും നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കാരണം ഇത് മാവല്ലേ, അപ്പോൾ അതിനുള്ളിലൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം നന്നായിട്ട് പെട്ടെന്ന് കളറ് മാറിപ്പോകും, അകം വേഗാതെ കിട്ടും. അതിൻ്റെ പേരിലാണ് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബോണ്ടയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. പുറം ഭാഗത്തിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറിയിട്ടുമുണ്ട്. ഈ ഒരു സമയം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ബാച്ചിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബോണ്ട തയ്യാറാക്കുന്നതെന്ന് നമ്മൾ പറയാതെ പ്രത്യേകിച്ച് ആർക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും വൈകുന്നേരം ചായക്കൊപ്പം ഇതുപോലെ ഒരു ബോണ്ട നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.